ഫുൾ ടാങ്ക് പെട്രോളൊക്കെ അടിച്ച് കോഴിക്കോട് നിന്നും 3 മണിക്കാണ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത്. പെരിന്തൽമണ്ണ എത്തിയപ്പോഴേക്കും ഏകദേശം സുബൈ ബാങ്ക് കൊടുത്തു. അവിടെ നിന്ന് നേരെ സുബൈ നിസ്കരിച്ച് ഒരു ചായക്കടയിലേക്ക്. ഫസ്റ്റ് സ്റ്റോപ്പ് ഫസ്റ്റ് ചായക്കട. ഏകദേശം 6 മണി ആയപ്പോഴേക്കും മണ്ണാർക്കാട് TVS പ്രിൻസിലെത്തി. പതിവ് പോലെ ഇവിടെയാണ് നമ്മുടെ സ്റ്റാർട്ടിംഗ് പോയിന്റ്. വേൾഡ് മോട്ടോർ സൈക്കിൾ ഡേയുടെ ഭാഗമായിട്ട് അതിന്റെ ടീഷർട്ടായിരുന്നു ഞാൻ ഈ കാണിക്കുന്നത്. അങ്ങനെ ആ ടീഷർട്ട് ഹാൻഡ് ഓവർ ചെയ്യുന്ന ചടങ്ങും അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളുടെ റൈഡിങ് ഫോർമാലിറ്റീസിലേക്ക് കടന്നു. ഇവന്റെ അകത്തൊക്കെ കണ്ടാൽ വിചാരിക്കും എന്തോ എക്സാം ആണെന്ന്. മണ്ണാർക്കാട് എത്തിക്കഴിഞ്ഞാൽ ഞങ്ങൾ സാധാരണ ഭക്ഷണം കഴിക്കുന്ന ഒരു സ്ഥിരം സ്പോട്ടാണ് മണ്ണാർക്കാട് തട്ടുകട. അവിടുന്ന് പൊറോട്ടയും മുട്ട റോസ്റ്റൊക്കെ കഴിച്ച് നേരെ പുറത്തിറങ്ങിയപ്പോഴാണ് തേ കിടക്കുന്ന ഒരു ആന. റൈഡ് വിത്ത് ആന. അടുത്ത നമ്മുടെ കൊടൈക്കനാൽ റൈഡിന്റെ ഫ്ലാഗ് ഓഫ് ആണ്. ഇവിടുന്ന് ഫ്ലാഗ് ഓഫ് ഒക്കെ കഴിഞ്ഞ് നേരെ പൊള്ളാച്ചി പളനി ഹൈവേ വരെ സ്ട്രെയിറ്റ് നോൺ സ്റ്റോപ്പ് റൈഡായിരുന്നു. അങ്ങനെ പൊള്ളാച്ചി പളനി ഹൈവേയിൽ കുറച്ച് നമ്മൾ സ്റ്റോപ്പ് ചെയ്ത് അവിടുത്തെ ഒരു വ്യൂ, ഒരു രക്ഷയില്ലാത്ത വ്യൂ, ആ സൈഡിലുള്ള മലനിരകളും ഒരു പ്രത്യേക കാറ്റൊക്കെ ആയിട്ട് എന്തോ ഒരു വൈബ്. അവിടെ നമ്മൾ കുറച്ച് റീൽസൊക്കെ എടുക്കുന്ന സമയത്താണ് കുറച്ച് ബുള്ളറ്റ് ക്ലബ്ബ് ടീം കൊടൈക്കനാലിലേക്ക് ട്രിപ്പ് പോകുന്നത്. അവർ ഹായ് ബായ് ഒക്കെ അടിച്ചിട്ട് പിന്നെ അവിടുന്ന് പല സ്ഥലത്തും നമ്മൾ ഇവരെ കണ്ടുമുട്ടിയിട്ടുണ്ട്. റൈഡ് റീസ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ട് പോയപ്പോൾ കുറച്ച് പേര് ഞങ്ങളിൽ നിന്ന് മിസ്സായി. അങ്ങനെ ഞങ്ങളൊരു ചായക്കടയിൽ കയറി അവരെ വെയിറ്റ് ചെയ്തു. മീൻവൈൽ നല്ല ചൂട് പപ്സും ഒരു ചായയും കോക്കനട്ട് ബണ്ണൊക്കെ കഴിച്ച് അവരെ വെയിറ്റ് ചെയ്തിരുന്നു. കേരളത്തിൻ്റെ ബോർഡർ കഴിഞ്ഞ് കഴിഞ്ഞാൽ കൂടുതലായിട്ടും കാണപ്പെടുന്നത് ഈ ബേക്കറി ഐറ്റംസ്, ബേക്സ് ആൻഡ് ചായ എന്നുള്ള ഒരു സെറ്റപ്പാണ് കൂടുതൽ ഹൈവേയിലും കാണപ്പെടുന്നത്. അങ്ങനെ മിസ്സായവരെ കണക്ട് ചെയ്തു. ഞങ്ങൾ വീണ്ടും റൈഡ് സ്റ്റാർട്ട് ചെയ്തു. നേരെ കൊടൈക്കനാലിലേക്കാണ്. പക്ഷെ ബോർഡ് എവിടെയും കൊടൈക്കനാൽ എന്നുള്ള ബോർഡ് എവിടെയും കാണാനില്ല. കൂടുതലും ദിണ്ടിഗൽ എന്നുള്ള ബോർഡാണ് കാണുന്നത്. ഇതുവരെയുള്ള ക്ലൈമറ്റ് മഴ വരുമ്പോൾ നല്ല മഴയും വെയിൽ വരുമ്പോൾ നല്ല ചൂടുമായിരുന്നു. എന്നാൽ വെൽക്കം ടു കൊടൈക്കനാൽ എന്ന ബോർഡ് കണ്ടത് മുതൽ ക്ലൈമറ്റ് ആകെ സ്വർഗ്ഗതുല്യമായിരുന്നു. വെൽക്കം ടു കൊടൈക്കനാൽ. വെൽക്കം ടു കൊടൈക്കനാൽ ബോർഡ് കണ്ടത് മുതൽ അവിടെ നിന്ന് അങ്ങോട്ട് ഓരോ ഹെയർ പിന്നും ഒരു രക്ഷയില്ലാത്ത ഫ്രെയിമായിരുന്നു. ഓരോ സീനറി കാണുമ്പോൾ ഇവിടെ നിർത്തി ഫോട്ടോസും വീഡിയോസും എടുക്കാമെന്ന് വിചാരിക്കും. പക്ഷെ അങ്ങനെ നിർത്തി പോയിക്കാൻ ഞങ്ങൾ ഉദ്ദേശിച്ച സമയത്ത് കൊടൈക്കനാലിൽ എത്തില്ല. അതുകൊണ്ട് തന്നെ ഓരോന്ന് കാണുമ്പോഴും കൺഫ്യൂഷൻ അടിച്ചിരിക്കുകയായിരുന്നു. ഈ ഒരു വൈബൊന്നും കാറിലും ജീപ്പിലും വന്നാലും കിട്ടില്ല. ഇതിന് നമ്മളെ ബൈക്കിൽ തന്നെ വരണം. ഈ ഒരു വ്യൂവും കൂട്ടത്തിലൊരു തണുപ്പൊക്കെ ആകുമ്പോഴേക്ക് ഇവിടുന്ന് പോകാനേ തോന്നില്ല. പക്ഷെ പോയാലേ പറ്റുള്ളൂ. നമ്മളിപ്പോൾ 11th ഹെയർ പിന്നിലേ എത്തിയിട്ടുള്ളൂ. ഇനിയും ഒരുപാട് ഓടാനുണ്ട്. ഇവിടുന്ന് അങ്ങോട്ട് കോടം മൂടിയ ക്ലൈമറ്റ് ആയിരുന്നു. ചുരം കയറി ഏകദേശം മുകളിലെത്തപ്പോഴേ തന്നെ കോട കൊണ്ട് മൂടി മൊത്തം കാണാത്തൊരവസ്ഥയിലേക്കായി. ഏകദേശം 3 മണിയായപ്പോഴേക്കും നമ്മൾ കൊടൈക്കനാലെത്തി. അങ്ങനെ ഒരു റെസ്റ്റോറൻറ്റിൽ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറിയതായിരുന്നു. സത്യത്തിൽ ഈ റെസ്റ്റോറൻറ്റിൽ അൺലിമിറ്റഡ് ഫുഡായിരുന്നു. പെർ ഹെഡ് 200 സംതിങ്ങിൻ്റെ ചാർജ് ചെയ്ത് അൺലിമിറ്റഡ് ഫുഡായിരുന്നു. പക്ഷെ നമ്മൾ സമയത്ത് എത്താത്തതുകൊണ്ട് നമുക്കത് നഷ്ടപ്പെട്ടു. ഒരു മലയാളി റെസ്റ്റോറൻ്റ് ആണ്. വലിയ കുഴപ്പമില്ലാത്തൊരു ഡീസൻറ്റ് ബിരിയാണി. 3 ചെറിയ പീസാണുള്ളത്. നമ്മൾ കോയമ്പത്തൂരിൽ നിന്ന് കഴിച്ചത് 1 പീസിനാണ് 200 രൂപ ബിരിയാണിക്ക് കൊടുത്തത്. ഇവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ നേരെ പോയത് ഞങ്ങളുടെ സ്റ്റേയിലേക്കാണ്. കൊടൈക്കനാൽ ലേക്കിൻ്റെ അവിടെ നിന്ന് ചെറിയൊരു ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ ഞങ്ങളുടെ സ്റ്റേയിലേക്ക്. ഇതാണ് ഞങ്ങൾ റെൻ്റ് ചെയ്ത വീട്. അടിപൊളി വീടാണ് കേട്ടോ. അത് വണ്ടി ഇറങ്ങില്ല. വണ്ടി ഈ വഴിയിൽ വെച്ചിട്ട് താഴോട്ട് ഇറങ്ങണം. ആ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. വണ്ടി പുറത്ത് വെക്കണം. അല്ലാത്തത് എന്ന് പറഞ്ഞാൽ നല്ല കിഡിലാണ് ആംബിയൻസ്. അടിപൊളി വീട്. കമന്ററി ഉണ്ട്. ഇത് നമ്മളെ മിസ്റ്റർ ജിമിച്ചൻ ഫ്രം ചാലക്കുടി. യെസ്. കഴിഞ്ഞ ഞങ്ങളുടെ മൈസൂർ ഊട്ടി ട്രിപ്പിലൊക്കെ ബാഡ് എക്സ്പീരിയൻസ് ആയിരുന്നു റൂമിനെ കുറിച്ച്. എന്നാൽ ഇവിടെ നമുക്ക് മനസ്സിന് തൃപ്തിയായ നല്ലൊരു വീടാണ് കിട്ടിയത്. ഈ കാണുന്നത് വലിയൊരു ഹാളാണ്. ഈ കാണുന്നത് കിച്ചണാണ്. കിച്ചണൊക്കെ വലിയൊരു കിച്ചണാണ്. താഴെയും മുകളിലായിട്ട് ഏകദേശം 8 ബെഡ്റൂമാണ് ഈ വീട്ടിലുള്ളത്. ഹായ്, ഹൗ ആർ യു മാൻ? ഹൗസ് ദ റൂം? Great. That's pretty good, man. ഏകദേശം എല്ലാ റൂമും ഇതുപോലെ നല്ല വലുപ്പത്തിൽ നീറ്റിലാണ് ഉള്ളത്. ഈ റൂമും തുറന്നു. റൂം വിശാലമായ റൂമാണ്.
അടിപൊളി. വണ്ടർഫുൾ ബാഗ് ഉണ്ട്. എന്റെ മോനെ ഏതാ സ്പേസ് അല്ലേ. ഇതുവരെ ട്രിപ്പ് വന്നതിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് തോന്നിയൊരു വീടാണിത്. ഈ വീടിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ കമന്റ് ചെയ്താൽ മതി, ഞാൻ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം. ഒന്ന് ഫ്രഷ് ആയി ഒരു 5-5:30 മണിയാകുമ്പോഴേക്കും ഞങ്ങൾ നേരെ പോയത് കോക്കേഴ്സ് വാക്ക് വ്യൂയിലേക്കാണ്. ഇതിന്റെ വീഡിയോസ് ഞാൻ ഓൾറെഡി പേജിൽ ഇട്ടിട്ടുണ്ട്. അതിന്റെ ഡീറ്റെയിൽ വീഡിയോ കാണണമെന്നുള്ളവർക്ക് പേജിൽ കയറി നോക്കിയാൽ മതി. 1 കിലോമീറ്ററോളം നടന്ന് കാണാൻ പറ്റുന്ന ഒരു വ്യൂ പോയിന്റ് ആണ്. അത്യാവശ്യം ക്ലൗഡ് ബെഡ് ഒക്കെ കാണാൻ പറ്റും. ഏകദേശം ഇരുട്ടായപ്പോൾ കോക്കേഴ്സ് വാക്ക് വേന്ന് ഞങ്ങൾ നേരെ ഇറങ്ങി. ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ച സെയിം റെസ്റ്റോറൻറ്റിലേക്ക് തന്നെയാണ് രാത്രി ഡിന്നർ കഴിക്കാനും പോയത്. ചിക്കൻ ഒഴികെ ബാക്കിയെല്ലാം അൺലിമിറ്റഡ് ആണെന്നാണ് പറഞ്ഞത്. 2 ചിക്കൻ പീസും ഒരു 2 പൊറാട്ടയും അതിന് 200 രൂപ അവിടെ വാങ്ങി. അതൊക്കെ മോശമല്ലേ? സംഭവം നമുക്കിത് ഒരു കോംബോയിൽ സെറ്റ് ചെയ്ത് തന്ന ഫുഡാണെങ്കിലും എല്ലാത്തിനും ഉപ്പ് അൺലിമിറ്റഡ് ഐറ്റംസ് ആയിരുന്നു. എത്ര വേണം കഴിക്കാം. സാധനത്തിലൊക്കെ ഭയങ്കര ഉപ്പ് കയറ്റിയിട്ട് കഴിക്കാൻ പറ്റാത്ത ഒരവസ്ഥയായിരുന്നു. അൺലിമിറ്റഡ് ഫുഡ് ആയതുകൊണ്ട് ഉപ്പ് കയറ്റിയതാണോ എന്നെ അറിയാതെ ഉപ്പ് കയറിയതാണോ എന്നറിയില്ല. അങ്ങനെ ഇവിടെ നിന്ന് ഇറങ്ങി നേരെ റൂമിലേക്ക് പോയി അന്ന് കിടന്നുറങ്ങി. രാവിലെ എണീച്ചിട്ട് ആ ഒരു സീനറി കാണാൻ വേണ്ടി ബാൽക്കണിയിലേക്ക് പോയതായിരുന്നു. നല്ല തണുപ്പും സൂര്യനൊക്കെ ഇങ്ങനെ ഉദിച്ചു വരികയായിരുന്നു. എന്ത് രസമാണെന്നറിയോ പുറത്തിങ്ങനെ നോക്കിയിരിക്കാൻ. ഏർലി മോർണിംഗ് തന്നെ ഞങ്ങൾ പാക്കിംഗ് ഒക്കെ റെഡിയാക്കി. 2 ദിവസത്തെ ട്രിപ്പിൽ ഒരുപാട് സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യാനുള്ളത് കൊണ്ട് തന്നെ നമുക്ക് റൂം അത്ര എൻജോയ് ചെയ്യാൻ പറ്റിയില്ല. ഇന്നത്തെ ദിവസം നമ്മൾ പ്ലാൻ ചെയ്തത് പൂണ്ടി കൂക്കൽ ഗുണ കേവ്. പോകുന്ന വഴിയിൽ ആ ചാറ്റൽ മഴയത്ത് അൽമദീന കോഫീസിൽ കയറി ചായയും കടികളൊക്കെ കഴിച്ച് അവിടുന്ന് നേരെ ഞങ്ങൾ പൂണ്ടിയിലേക്ക് പോയി. പൂണ്ടിയുടെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ എൻ്റെ പേജിലും യൂട്യൂബിലൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർ കയറി കാണാം. വണ്ടി പാർക്ക് ചെയ്ത് കുറച്ച് നടന്നു വേണം നല്ല ഫ്രെയിംസ് ഒക്കെ കവർ ചെയ്യാൻ വേണ്ടി. അവിടെ എത്തിയിട്ട് 90s കുറച്ച് പോസൊക്കെ ഇട്ട് ഫോട്ടോസൊക്കെ എടുത്തു. അവിടുന്ന് നേരെ തിരിച്ചിറങ്ങി തൊട്ട് താഴെ തന്നെ ഒരു ചായക്കട ഉണ്ട്. അവിടുന്ന് ഒരു ഓംപ്ലേറ്റും ബ്രെഡൊക്കെ കഴിച്ചു. 60 രൂപ കേട്ടോ ഓംപ്ലേറ്റും ബ്രെഡിനും. അവിടുന്ന് ഞങ്ങൾ നേരെ പോയത് കൂക്കലിലേക്കാണ്. കൂക്കലിലെത്തിയപ്പോൾ ഈ ഒരു വാട്ടർഫാൾസ് ഞങ്ങൾ ദൂരെ നിന്ന് കണ്ടു. പിന്നെ അവിടെ എങ്ങനെ എത്തണം എന്നുള്ളത് ചിന്തയായി ഞങ്ങൾക്ക്. അവിടുന്ന് നേരെ പോയത് ഈ ഒരു ചെറിയൊരു ഗ്യാപ്പിലൂടെ ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയിലൂടെ നേരെ എത്തുന്നത് ഒരു ചെറിയൊരു വെള്ളച്ചാട്ടമാണ്. പക്ഷെ പോകുന്ന വഴി നല്ല കൃഷിയിടങ്ങളായിട്ട് ഒരു അടിപൊളി വൈബ് തന്നെയായിരുന്നു. ഇളം കാറ്റും ചാറ്റൽ മഴയും ഈ ഒരു പച്ചപ്പൊക്കെ കണ്ട് നടന്നു പോകാൻ എന്ത് രസമാണെന്നറിയാം. ഈ വെള്ളച്ചാട്ടത്തിൻ്റെ ഒക്കെ ഡീറ്റെയിൽഡ് വീഡിയോ എൻ്റെ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാം പേജിലൊക്കെ ഉണ്ട്. താല്പര്യം ഉണ്ടെങ്കിൽ അതും കയറി കാണുക. അവിടുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ ഗുണ കേവിലേക്ക് നമുക്ക് പോകേണ്ടതുള്ളത് കൊണ്ട് പെട്ടെന്ന് തന്നെ അവിടുന്ന് നമ്മൾ എസ്കേപ്പ് ആയി. പോകുന്ന വഴിയിൽ വീണ്ടും നല്ല നല്ല ഫ്രെയിമുകളുണ്ട്. ഇപ്പോൾ ലൈനപ്പ് ഇട്ട് ഫോട്ടോസൊക്കെ എടുത്ത് നേരെ ഗുണ കേവിലേക്കുള്ള യാത്രയാണ്. കൂട്ടത്തിലൊന്ന് ഭക്ഷണം കഴിക്കണം. അങ്ങനെ ലഞ്ച് കഴിക്കാൻ വേണ്ടി ഒരു റെസ്റ്റോറൻറ്റിൽ കയറി. മീൽസ് ആണ് കഴിച്ചത്. 130 റുപ്പീസാണ് ഒരു മീൽസിന് വരുന്നത്. നോർമൽ മീൽസ് നമ്മുടെ നാട്ടിൽ 50 രൂപയൊക്കെ കിട്ടുന്ന മീൽസ്. ഇവിടെ നിന്ന് മാത്രമല്ല പല സ്ഥലത്തും 250-300 രൂപയാണ് ബിരിയാണിക്ക് ചാർജ് ചെയ്യുന്നത്. എവിടെ പോയാലും എങ്ങനെ പോയാലും കൊടൈക്കനാലിൽ വ്യൂ തന്നെയാണ് കേട്ടോ. നമ്മളിപ്പോൾ ചോറ് വെച്ച റെസ്റ്റോറൻറ്റിന്റെ സൈഡിലുള്ള വ്യൂ ആണ് ഈ കാണുന്നത്. ലഞ്ച് കഴിച്ചപ്പോഴാണ് മനസ്സിലായത് ഇനി ഗുണ കേവിലേക്കൊക്കെ പോകാനുള്ള സമയമില്ലെന്ന്. സമയം ഏകദേശം 4:30 ആയതുകൊണ്ട് അവിടെ അടച്ചിട്ടുണ്ടാവും. അങ്ങനെ ചോക്ലേറ്റ്സ് ഒക്കെ വാങ്ങിച്ചിട്ട് നേരെ നാട്ടിലേക്ക്. കൊടൈക്കനാൽ ചുരം ഇറങ്ങുമ്പോഴേക്കും ഒരു രക്ഷയില്ലാത്ത കോട. ഇതോടുകൂടി വ്ളോഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. കൂടുതൽ വ്ളോഗുമായി വീണ്ടും വരാം. ഫോളോ ചെയ്യാൻ മറക്കണ്ട.